നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ത്യക്കാർക്ക് പുതിയ തൊഴിൽ വിസകൾ അനുവദിക്കുന്നത് ബഹ്റിൻ താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള 6 രാജ്യങ്ങൾ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരം ഒരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. ഇതിനെ തുടർന്ന് പുതിയ വിസ അനുവദിക്കുന്നതിനുള്ള നടപടികൾ ലേബർ മാർക്കറ്റ് റെഗുലേറ്ററി അതോറിറ്റി നിർത്തിവെക്കുകയാണ് ചെയ്തത്. ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും തൊഴിൽ വിസ നൽകുന്നത് ബഹ്റിൻ നിർത്തിവെച്ചിട്ടുണ്ട്. ഈ രാജ്യങ്ങളിലെ കോവിഡ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായതിനു ശേഷം മാത്രമേ വിസ നൽകൽ ഇനി പുനരാരംഭിക്കുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ബഹ്റിൻ കാലാവധി കഴിഞ്ഞ സന്ദർശക വിസകൾ സൗജന്യമായി പുതുക്കുമെന്ന് കഴിഞ്ഞ മാസം തന്നെ അറിയിച്ചിരുന്നതായിരുന്നു. അപേക്ഷ നൽകാതെ തന്നെ സന്ദർശക വിസകൾ പുതുക്കി നൽകുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വിസ കാലാവധി കഴിഞ്ഞവർ ഇതിനായി അപേക്ഷിക്കുകയോ ഫീസ് നൽകുകയോ വേണ്ടതില്ലെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. വിമാന സർവീസ് ഇല്ലാത്തതിനാൽ നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ അവർക്ക് ഏറെ ആശ്വാസമേകുന്നതാണ് ഈ ഒരു തീരുമാനം. കിരീടാവകാശി സൽമാൻ ബിൻ ഹമദിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന നിർവാഹക സമിതിയാണ് ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്തതെന്ന് പബ്ലിക് സെക്യൂരിറ്റി മേധാവിയായിട്ടുള്ള താരിഖ് ഹസൻ അറിയിക്കുകയുണ്ടായി. ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങൾക്ക് ഓൺലൈനിൽ കച്ചവടം നടത്താനായി സർക്കാർ വെബ്സൈറ്റിന് തുടക്കം കുറിച്ചതായും അധികൃതർ അന്ന് തന്നെ അറിയിച്ചിരുന്നു. സ്ഥാപനങ്ങൾക്ക് സൗജന്യമായി സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഓൺലൈനിൽ തന്നെ വിൽക്കാൻ സാധിക്കും. ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളെ സഹായിക്കാനായി തുടങ്ങിയ വെബ്സൈറ്റ് കോവിഡ് കാലത്തിന് ശേഷവും തുടരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതേസമയം ലോകത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. രോഗബാധിതരുടെ എണ്ണം 17,63,00,000 കടന്നിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3.5 ലക്ഷത്തിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. മരണസംഖ്യയും കുത്തനെ തന്നെ ഉയരുകയാണ്. ഇതുവരെ 38 ലക്ഷത്തിലധികം പേരാണ് മരണമടഞ്ഞത്. ലോകത്ത് ഏറ്റവും കൂടുതൽ രോഗം ബാധിച്ചത് അമേരിക്കയിലാണ്. അമേരിക്കയിൽ 3,43,00,000 രോഗബാധിതരാണുള്ളത്. മരണസംഖ്യ ആവട്ടെ 6,15,000 ഉയർന്നിട്ടുമുണ്ട്. ബ്രസീലിലും രോഗവ്യാപനം അതിവ്യാപകമായി തന്നെ ഉയരുകയാണ്. രാജ്യത്ത് ഇതുവരെ 1,73,00,000 പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. 4,86,000 പേർ ഇതിനോടകം തന്നെ മരണപ്പെടുകയും ചെയ്തിരുന്നു.